ബ്രീതിങ് സ്റ്റൈൽ പകർന്നു നൽകാൻ യോഗ്യരായ പിൻഗാമികളില്ല. നമ്മൾ മരിച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വിദ്യകളെല്ലാം ഇല്ലാതാകും. മിച്ചിഗാൽസു, നമ്മളത്ര പ്രത്യേകതയുള്ളവരാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ മനുഷ്യ ചരിത്രത്തിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. നമ്മളെക്കാൾ കഴിവുള്ള കുട്ടികൾ ഭാവിയിൽ തീർച്ചയായും ജനിക്കും. ഏട്ടാ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഏട്ടൻ എന്നെ എപ്പോഴും സ്നേഹിച്ചു, ചേർത്ത് നിർത്തി. എനിക്ക് വേണ്ടി എന്നും കൂടെ നിൽക്കും. പക്ഷെ ഞാൻ നിന്നോട് ഉള്ളിൽ അസൂയ വെച്ച് പുലർത്തി. എനിക്ക് ഏട്ടനേക്കാൾ വലിയവനാകണമെന്നുണ്ടായിരുന്നു, ഏട്ടനെ തോൽപ്പിക്കണമെന്ന്. ആ ഒരൊറ്റ പകയാണ് എന്നെ ഈ ഡീമനാക്കി മാറ്റിയത്. പക്ഷേ ഡീമനാകുന്നതിനു പകരം എൻ്റെ ഈ അസൂയ ഞാൻ അന്നേ ഏട്ടനോട് തുറന്നു പറയുകയും ഏട്ടൻ എന്നെ പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷേ ഞാൻ ഇത്ര ദയനീയമായി മരിക്കില്ലായിരുന്നു. എൻ്റെ ഉള്ളിലെ അസൂയയും പിന്നെ പേടിയും അതാണ് എന്നെ ഈ തെറ്റായ വഴിയിലേക്ക് വലിച്ചിഴച്ചത്. എൻ്റെ കുറവുകൾ അംഗീകരിക്കാൻ എനിക്ക് അന്ന് കഴിഞ്ഞില്ല. അതിന് ഞാൻ മാത്രമാണ് കുറ്റക്കാരൻ. കാരണം ഏട്ടനെയും ഏട്ടൻ്റെ സ്നേഹത്തെയും ഏട്ടൻ്റെ വികാരങ്ങളെയും മനസ്സിലാക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചില്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എൻ്റെ നാശത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഏട്ടൻ അന്ന് ശ്രമിച്ചതെന്ന്. ഈ മരണം എനിക്ക് സംഭവിച്ചത് എൻ്റെ മാത്രം തെറ്റാണ് ഏട്ടാ. ദയവായി എന്നോട് പൊറുക്കണം.